ഒരു പെൺകുട്ടിനെ കാണാതായതിനെ തുടർന്ന് അതിന്റെ അന്വേഷണമായിട്ട് ഇറങ്ങുന്ന നായകൻ. ആ അന്വേഷണത്തില് നായകൻ കണ്ടുപിടിക്കുന്ന കുറെ അധികം കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കുറെ ത്രില്ലിംഗ് എലമെന്റ്സ് എല്ലാം ഉള്ള ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. മച്ചന്മാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് മലയാളത്തിൽ പുറത്തിറങ്ങിയ ആനന്ദ് ശ്രീബാല എന്ന മൂവിയാണ്. അപ്പൊ ഇനി പറഞ്ഞധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ജോയി എന്ന് പറഞ്ഞൊരു വ്യക്തിയും അയാളുടെ വൈഫും കൂടി അവരുടെ മകൾ മെറിനെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുക്കുവാണ്. ലോ കോളേജ് സ്റ്റുഡന്റ് ആയ മെറിൻ കോളേജിനടുത്തുള്ള ഒരു ഹോസ്റ്റലായിരുന്നു താമസം. എന്നാൽ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് അവള് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അങ്ങനെ വാർഡൻ ഈ കാര്യം അവളുടെ പാരന്റ്സിനെ അറിയിച്ചു. അങ്ങനെയാണ് പാരന്റ്സ് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി ഈ സ്റ്റേഷനിലേക്ക് എത്തിയത്. അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ എത്തിയ ഇവരോട് പോലീസുകാര് അവരുടെ അഡ്രസ് ചോദിക്കുന്ന സമയത്ത് കച്ചേരിപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അവരുടെ വീട്. അത് ആ സ്റ്റേഷന്റെ പരിധിയിലല്ലാത്തതുകൊണ്ട് ആ സ്ഥലം പരിധി വരുന്ന മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ആ പോലീസുകാർ അവരെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇപ്പൊ ആ സ്റ്റേഷനിലേക്ക് എത്തി പാരന്റ്സ് കംപ്ലൈന്റ് കൊടുക്കുന്നു. ആ സ്റ്റേഷനിലെ CI ബെന്നിക്കാണ് അവര് പരാതി കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പൊ ബെന്നി കാണാതെ അവരുടെ മകളുടെ ഫോട്ടോ എല്ലാം വാങ്ങി നോക്കുന്നു. കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളോ ആയിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ അങ്ങനെ പോയിട്ടുണ്ടാവും. അവള് തിരിച്ചു വന്നോളൂ, നിങ്ങൾ ഭയപ്പെടണ്ടെന്നൊക്കെ ഈ സമയത്ത് അയാൾ പറയുന്നു. ഇത് കേൾക്കുന്ന പാരന്റ്സ് ഇല്ല, അവൾ എവിടെ പോയാലും വീട്ടിൽ പറയുന്നതാ, പിന്നെ ഇത്രയൊന്നും ലേറ്റ് ആവാറില്ല, ഞങ്ങൾക്ക് ഉറപ്പാ അവൾക്ക് എന്താ അപകടം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് സാർമാർ എത്രയും വേഗം അന്വേഷിക്കണം. അങ്ങനെ പാരന്റ്സ് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട CI ബെന്നി ശരി ഞങ്ങൾ അന്വേഷിക്കാന്ന് പറയുന്നു. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുവാണ്. അവിടെ അടുത്തുള്ള ഒരു കായലിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള കോളായിരുന്നു അത്. ഇത് കേൾക്കുന്ന പോലീസുകാർക്ക് ഒരു ഡൗട്ട്, അത് കാണാതായ മെറിന്റെ ആണോ എന്ന്. അങ്ങനെ മെറിന്റെ പാരന്റ്സിനെ കൂട്ടിക്കൊണ്ട് പോലീസുകാർ അവിടെ ചെല്ലുന്നു. അങ്ങനെ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് അത് മെറിന്റെ ബോഡി തന്നെയാണെന്ന് കണ്ടുപിടിക്കുവാണ്. അങ്ങനെ ആ സീനോട് കട്ടായി പിന്നീട് കാണിക്കുന്നത് ഈ കേസിന്റെ പേരിൽ മെറിന്റെ ബോയ് ഫ്രണ്ട് ആയ റോണിനെ പോലീസുകാർ പിടികൂടുന്നതാണ്. അവളുടെ ഒരു ആത്മഹത്യയാണെന്നാണ് പോലീസുകാർ സംശയിക്കുന്നത്. അങ്ങനെ പോലീസുകാർ മെറിന്റെ ഫോണെല്ലാം കണ്ടെത്തി അതിൽ റിസീവ് ആയിട്ടുള്ള കോളിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്തതിലൂടെ റോണിയായിട്ട് അവൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസുകാർ കണ്ടെത്തുവാണ്. അപ്പൊ ആ വഴക്കിന്റെ പേരിലായിരിക്കും മെറിനെ ആത്മഹത്യ ചെയ്തെന്നുള്ള രീതിയിലാണ് അവളുടെ ബോയ് ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ആ കേസിന്റെ അന്വേഷണവും കാര്യങ്ങളെല്ലാം നടക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കുന്നു. അടുത്ത സീനില് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണിക്കുവാണ്. ഇതാണ് ശ്രീബാല, നമ്മുടെ മൂവിയിലെ നായിക. ഇവളൊരു ജേർണലിസ്റ്റ് ആണ്. അവള് ക്രൈം ഫയൽസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കായലിൽ ചാടി മരിച്ച മെറിന്റെ കേസായിരുന്നു അതിലെ അവളുടെ സ്റ്റോറി. ആദ്യ സംശയത്തിന്റെ പേരില് അന്ന് പോലീസുകാര് മെറിന്റെ കാമുകനെ അറസ്റ്റ് ചെയ്തായിരുന്നല്ലോ. എന്നാൽ പിന്നീട് അത് അയാളുടെ കുറ്റം കൊണ്ടല്ലാന്ന് മനസ്സിലാക്കി പോലീസുകാർ അയാളെ വെറുതെ വിട്ട് ആ കേസ് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. അന്ന് പോലീസുകാർ തീർത്ത ആ കേസിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കണ്ടെത്തി നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ അവളിപ്പോ അവളുടെ സീനിയറോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, അവളുടെ ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്നുള്ള രീതിയിൽ അവളുടെ പാരന്റ്സ് അന്ന് സംസാരിച്ചതെല്ലാം ഞാനും കേട്ടിരുന്നു. ശരി, നമുക്ക് ഈ കേസിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കൊണ്ടുവന്ന് ഈ കേസ് നല്ല രീതിയിൽ ഒന്ന് അന്വേഷിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കേസിൽ താൻ പറയുന്നതിൽ എന്തെങ്കിലും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ പ്രോഗ്രാമിന് വലിയ ഗുണം ചെയ്യും. ഇത് കേൾക്കുന്ന നായിക അങ്ങനെയാണെങ്കിൽ അത് ചെയ്യണം മാഡം എന്ന് പറയുവാണ്. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായകനായ ആനന്ദ് ശ്രീബാലനെയാണ്. നമ്മുടെ നായകൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. പോലീസ് ഉദ്യോഗസ്ഥരായ ഐസക്കിനെയും പ്രദീപിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നായകൻ ഒരു കേസ് ഫയൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആനന്ദിന്റെ അമ്മ പഴയ ഹെഡ് കോൺസ്റ്റബിൾ ശ്രീബാലയായിരുന്നു. എന്നാൽ അവരിപ്പോ ജീവിച്ചിരിപ്പില്ല. അമ്മയൊരു പോലീസുകാരി ആയിരുന്നുകൊണ്ട് തന്നെ പോലീസ് ജോലിയോട് നായകന് വലിയ താല്പര്യമാണ്. SI ടെസ്റ്റ് എല്ലാം എഴുതി അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നായകൻ. ഈ സമയത്താണ് നായകനുള്ള ഒരു പ്രശ്നത്തിനെ പറ്റി അവൻ അറ്റൻഡ് ചെയ്ത ഒരു ഇന്റർവ്യൂവിന്റെ സീക്വൻസ് കാണിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞു തരുന്നത്. നായകൻ അവന്റെ കോളേജ് പഠനം എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം നല്ലൊരു ജോബിന് അപ്ലൈ ചെയ്യുവാണ്. അങ്ങനെ ഇന്റർവ്യൂവിന് അവനെ വിളിക്കുന്നു. അങ്ങനെ ഇന്റർവ്യൂ ബോർഡ് നായകൻ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നായകന്റെ പാരന്റ്സിനെ പറ്റി ചോദിക്കുന്നു. അപ്പൊ നായകനാണെങ്കിൽ അവന്റെ അമ്മേനെ പറ്റി പറയാൻ തുടങ്ങുവാണ്. എന്നാൽ അമ്മേനെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും നായകൻ പെട്ടെന്ന് അങ്ങ് ബ്ലാങ്ക് ആവുന്നു. കാരണം നായകൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവന്റെ അമ്മ മരിച്ചതിന് ശേഷം അവന്റെ അമ്മ അവനെ വിട്ടുപോകാതെ അവന്റെ കൂടെ തന്നെ ഉള്ളതായിട്ട് അവൻ ഹാലുസിനേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അമ്മേനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ അവനിങ്ങനെ ബ്ലാങ്ക് ആവുമ്പോൾ അവൻ അമ്മ അടുത്തുള്ളതായിട്ട് ഇമാജിൻ ചെയ്ത് അമ്മേനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ്. ഇത് കാണുന്ന ഇന്റർവ്യൂ ബോർഡിലെ ആൾക്കാർ അവന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ അവനെ റിജക്ട് ചെയ്യുന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം അതിനുശേഷം നായകൻ വന്ന് അവന്റെ അമ്മേന്റെ അടുത്ത സുഹൃത്തായിരുന്ന ഐസക് എന്ന് പറയുന്ന പോലീസുകാരനോടും പിന്നെ അവന്റെ കാമുകിയായ നമ്മുടെ നായിക ശ്രീബാലനോടും പറയുന്നു. നായികയ്ക്ക് അവന്റെ അമ്മേന്റെ പേരായോണ്ടാണ് അവൻ നായികയായിട്ട് പ്രണയത്തിലായത്. അങ്ങനെ അവന്റെ ആ ഹാലൂസിനേഷൻ പ്രോബ്ലം കൊണ്ട് അവന്റെ ജോലി നഷ്ടമായപ്പോൾ അവൻ അതിന്റെ വിഷമമെല്ലാം പറഞ്ഞപ്പോൾ ഐസക് ആണ് അവന് പറഞ്ഞു കൊടുത്തത് നീ പോലീസിലേക്ക് ട്രൈ ചെയ്യാൻ, അതിനിടയ്ക്ക് ഒരു ഇൻകം എന്നുള്ള രീതിയിൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ട് ജോലി നോക്കാൻ. ശേഷം നായകൻ ഐസക് എന്ന് പറയുന്ന പോലീസുകാരൻ പറഞ്ഞു കൊടുത്ത പോലെ SI ടെസ്റ്റ് എഴുതി അതിനിടയിലൂടെ ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീബാല ഇപ്പം നായകന്റെ അടുത്തേക്ക് വന്നിട്ട് അവർ ചെയ്യാൻ പോകുന്ന ആ ക്രൈം ഫയൽസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിനെ പറ്റി ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി അവരൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ നോക്കുന്നുണ്ട്. സോ അതിലേക്ക് നായകനോട് വരണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. അതിന് ഐസക് സപ്പോർട്ട് ചെയ്യുവാണ്. അങ്ങനെ നായകൻ അതിന് വേണ്ടി ഇറങ്ങുന്നു. അങ്ങനെ കേസിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് അവർ ആദ്യം തന്നെ ചെല്ലുന്നത് മരിച്ചുപോയ മെറിന്റെ വീട്ടിലേക്കായിരുന്നു. അങ്ങനെ അവളുടെ പാരന്റ്സിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് അവരുടെ മകൾ മെറിൻ ഒരിക്കലും ആത്മഹത്യയില്ല എന്ന്, നടന്നിരിക്കുന്ന ഒരു കൊലപാതകമാണെന്ന്. മെറിൻ കാണാതായതിന് കുറച്ചു നേരം മുമ്പ് അവൾ അന്ന് വീട്ടിലേക്ക് വിളിച്ചായിരുന്നു. അവളുടെ അമ്മ മേരിയാണ് അപ്പൊ ഫോൺ എടുത്തത്. എക്സാമിന്റെ റിസൾട്ട് വന്നു, അവൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് അവൾ ഒരുപാട് സന്തോഷമാണ് സംസാരിച്ചത്. അതിനുശേഷം അവൾക്ക് അന്ന് ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട്. സോ അതിന് ഇറങ്ങാൻ തുടങ്ങുവാണ്. പിന്നെ വിളിക്കാമെന്നും പറഞ്ഞാണ് അവൾ കോൾ കട്ടാക്കിയതും. എന്നാൽ അന്ന് രാത്രിയായിട്ടും അവൾ തിരിച്ചു വിളിച്ചില്ല. അപ്പോഴേക്കും അവളുടെ
ഹോസ്റ്റലിലെ വാർഡൻ അവളെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അറിയിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇവരെ അന്വേഷിച്ചിറങ്ങിയത്. അങ്ങനെ ഇതുപോലുള്ള കുറെ കാര്യങ്ങളെല്ലാം അവളുടെ പാരന്റ്സ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നായകനാണെങ്കിൽ മരിച്ചുപോയ മെറിന്റെ മുറിയിലേക്ക് എത്തി മുറിയൊക്കെ ചെക്ക് ചെയ്യുന്നു. മരിച്ചുപോയ മെറിൻ ഇൻഹേലർ യൂസ് ചെയ്യുമായിരുന്നു. അവളൊരു ആസ്മ പേഷ്യന്റ് ആയിരുന്നു. അതുപോലെ അവൾക്ക് നീന്താനും അറിയത്തില്ല എന്നുള്ള കാര്യം പാരന്റ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവളെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ കൊടുത്ത FIRന്റെ കോപ്പിയും അതുപോലെ അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പിയും നായകൻ ചെക്ക് ചെയ്യുന്നു. ഈ സമയം നായകന് അവന്റെ അമ്മ കൂടിയിരുന്ന് ഈ കേസിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഹാലൂസിനേറ്റ് ആവുകയാണ്. അതുപോലെ അവനോട് അവന്റെ അമ്മ പറയുന്നുണ്ട്, മോനെ ഇത് ഒരിക്കലും ഒരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന്. അങ്ങനെ ഇപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന ആ കാര്യങ്ങൾ നായകൻ മെറിന്റെ പാരന്റ്സിനോട് പറയുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് അവരും ആകെ ഷോക്ക് ആവുകയാണ്. അത് കഴിഞ്ഞ് നായകൻ നായകനെയും കൂട്ടിക്കൊണ്ട് നേരെ ഐസക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഈ കേസിനെ പറ്റി അന്വേഷിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി നായകൻ കണ്ടെത്തിയ കുറെ കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെ ഷെയർ ചെയ്യുന്നു. മെറിനെ കാണാതായി 12 മണിക്കൂറുകൾക്ക് ശേഷമാണ് അവളുടെ ബോഡി കിട്ടുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൾ 12 മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ചേഞ്ചസും ഉണ്ടായിട്ടില്ല. വെള്ളത്തിൽ ചാടി അവൾ മരിച്ചെങ്കിൽ അവൾ കുറെ വെള്ളം കുടിച്ചിരിക്കണം. എന്നാൽ അവളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവളുടെ വയറ്റില് വെറും 150 ml വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നായകൻ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നായികയ്ക്കും ഐസക്കിനും ഉറപ്പാവുന്നു അപ്പൊ ഈ കേസിന് പുറകില് എന്തോ ഒരു മർമ്മം ഉണ്ടെന്ന്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതിനു ശേഷം നായകനെ നായിക വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകുന്നു. വീട്ടിലെത്തിയിട്ടും നായകന് ഈ കേസ് വിടുന്നില്ല. അവൻ അതിനെപ്പറ്റി ആലോചിച്ച് അങ്ങനെ നിൽക്കുവാണ്. അപ്പൊ അവന്റെ അടുത്തേക്ക് അവന്റെ അമ്മ വരുന്ന പോലെ അവന് ഹാലൂസിനേറ്റ് ആവുന്നു. അങ്ങനെ ഇപ്പൊ അമ്മേനോട് ഈ കേസിനെ പറ്റി അവൻ സംസാരിച്ചു തുടങ്ങുവാണ്. ഈ സമയത്ത് അവന്റെ അമ്മ അവനോട് പറയുന്നുണ്ട്, ഈ കേസിനെ പറ്റി അന്വേഷിച്ച് കണ്ടെത്തി ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാനുള്ള ചുമതല അത് നിനക്കാണെന്ന്. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന നായകന് കുറച്ചും കൂടി ഊർജ്ജം കിട്ടുന്നു. അങ്ങനെ ആ കേസിന്റെ കാര്യങ്ങളുമായിട്ട് നായികയോടൊപ്പം നായകൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഈ കേസിന്റെ അന്വേഷണങ്ങളുടെ ഇടയിൽ SI പോസ്റ്റിലേക്കുള്ള നായകന്റെ ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം എത്തുന്നുണ്ട്. അതിലെല്ലാം നായകൻ പങ്കെടുക്കുന്നതായിട്ടും വിജയിക്കുന്നതായിട്ടും കാണിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നായകനും നായികയും അവളുടെ ടീമും കൂടി മെറിന്റെ ഇടവക പള്ളിയിലേക്ക് അവിടുത്തെ അച്ഛനെ കാണാൻ വേണ്ടി എത്തുവാണ്. ഇവിടുത്തെ ഈ അച്ഛൻ മെറിനുമായിട്ട് നല്ല കൂട്ടായിരുന്നു. റോണിയായിട്ടുള്ള അവളുടെ പ്രണയത്തിനെ പറ്റിയല്ല അവൾ ഈ അച്ഛനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പം ഈ പള്ളിയിലച്ഛനാണ് പറഞ്ഞത്, റോണിക്ക് നല്ലൊരു ജോലിയായിട്ട് മതി വീട്ടിൽ ഈ കാര്യം അറിയിക്കുന്നതെന്ന്. അതുവരെ ഈ രീതിക്ക് തന്നെ ഈ ബന്ധം അങ്ങനെ പോട്ടെ എന്ന്. ഇതെല്ലാം കേട്ട് കഴിയുന്ന നായകനും നായികയും റോണിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി അടുത്തായിട്ട് അവനെ അന്വേഷിച്ചിറങ്ങുന്നു. അങ്ങനെ അവനെ കണ്ടെത്തുവാണ്. അങ്ങനെ അവനോട് ഈ കേസിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നു, ഈ കേസിന്റെ പേരിൽ താൻ ഒരുപാട് അനുഭവിച്ചു, ഇനി അതിന്റെ പേരിൽ അനുഭവിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന്. സോ പറയാനുള്ളതെല്ലാം അന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞതാണ്. ഇനി എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് അവൻ ഇവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം നായകനോട് പറയുന്നുണ്ട്, അത്രയും ബോൾഡായ മെറിനെ പോലെ ഒരു പെൺകുട്ടി ഒരിക്കലും കാമുകനുമായിട്ടുള്ള ചെറിയ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. ഇതിന് പുറകിൽ മറ്റെന്തോ ഒരു കാര്യമുണ്ടെന്ന്. അതിനുശേഷം മെറിനെ പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരെ ഇവർ ഇന്ന് കാണുവാണ്. അവളുടെ ക്യാരക്ടറിനെ പറ്റിയും അവൾക്ക് റോണിയായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയല്ല അവർ ചോദിക്കുന്നു. പലരും പറയുന്നത് പലതരത്തിലായിരുന്നു. അതിൽ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കാൻ പാടില്ല എന്ന് അറിയാത്തതുകൊണ്ട് അടുത്തായിട്ട് നായകനും നായികയും അന്ന് ഈ കേസ് അന്വേഷിച്ച CI ബെന്നിനെ പോയി കാണുന്നു. എന്നിട്ട് അയാളോടും കുറെ ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കുവാണ്. ശേഷം അവർ കണ്ടെത്തിയ ഇതേപോലുള്ള കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവർ ആ പ്രോഗ്രാമിന്റെ ഒരു എപ്പിസോഡ് പുറത്തിറക്കുന്നു. അവളുടെ ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിലായിരുന്നല്ലോ പോലീസുകാർ ആ കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസുകാർ കണ്ടെത്തിയത് തെറ്റാണ്. അതൊരു ആത്മഹത്യ ആയിരുന്നില്ല, കൊലപാതകമാണെന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ അവരുടെ സംശയങ്ങളും അവർ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം വെച്ചോണ്ടായിരുന്നു ആ എപ്പിസോഡ് അവരെ എൻഡ് ചെയ്തത്. അങ്ങനെ അവരുടെ ഈ പ്രോഗ്രാം ഒരുപാട് ആൾക്കാർ കാണുന്നു. ആ പ്രോഗ്രാം നല്ല ട്രെൻഡിങ് ആവുകയാണ്. അങ്ങനെ അവരുടെ ഈ പ്രോഗ്രാം കൊണ്ട് തന്നെ ആ കേസ് വീണ്ടും പൊന്തി വരുന്നു. അങ്ങനെ പോലീസുകാർക്ക് തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ നാട്ടുകാർ സംസാരിക്കാൻ തുടങ്ങുവാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അത് വലിയ പ്രഷർ ആവുന്നു. അറ്റ് ദ സെയിം ടൈം DYSP ശങ്കറും ചാനലിലെ ഈ പ്രോഗ്രാം എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയത് നായകനും നായികയും കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് അവരോട് ദേഷ്യം തോന്നുവാണ്. ഇതേ സമയം തന്നെ ഈ കേസ് വീണ്ടും പൊന്തി വന്നുകൊണ്ട് അത് വിവാദമായി മാറുന്നുണ്ട്. ആ കേസ് പുനരന്വേഷിക്കാൻ കോടതി ഉത്തരവിടുന്നു. അങ്ങനെ ആ കേസിന്റെ അന്വേഷണം പിന്നീട് വരുന്നത് DYSP ശങ്കറിലേക്കാണ്. അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി അയാളെ കമ്മീഷണർ വിളിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഇതിലിനി കൂടുതൽ അന്വേഷിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല, അതൊരു ക്ലിയർ കേസ് ഓഫ് സൂസൈഡ് തന്നെയാണ്. അങ്ങനെ അയാൾ പറയുന്ന ഈ കാര്യം കേട്ട് കമ്മീഷണർ പറയുന്നു, കോടതി ഉത്തരവിട്ടുകൊണ്ട് ഒന്നും കൂടി ഒന്ന് അന്വേഷിച്ച് 14 ദിവസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ. അങ്ങനെ ശങ്കർ അതിനു വേണ്ടി ഇറങ്ങുന്നു. അങ്ങനെ അന്ന് മെറിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത സർജനെ കാണാൻ വേണ്ടി ശങ്കർ എത്തുന്ന സമയത്താണ് ആ ഹോസ്പിറ്റലില് SI ടെസ്റ്റ് പാസ്സായി മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഈ കേസ് കുത്തിപ്പൊക്കിയ ആനന്ദ് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ശങ്കർ അറിയുന്നത്. അങ്ങനെ ആനന്ദിന്റെ അടുത്തേക്ക് അയാളെ കാണാൻ വേണ്ടി ശങ്കർ എത്തുവാണ്. അങ്ങനെ ശങ്കർ ആനന്ദിനോട് സംസാരിക്കുന്ന സമയത്ത് ആനന്ദ് കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ആനന്ദ് ശങ്കറിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞ് ശങ്കർ ആനന്ദിന്റെ ഫാമിലിനെ പറ്റി ചോദിക്കുന്നു. ഫാമിലിനെ പറ്റി ചോദിച്ചതും നായകൻ അമ്മേന്റെ കാര്യം ആലോചിച്ച് അമ്മേന്റെ ആ കാര്യത്തിൽ ബ്ലാങ്ക് ആവുന്നു. അങ്ങനെ കുറച്ചുനേരം അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അപ്പോഴേക്കും അവന്റെ അടുത്തേക്ക് അമ്മ വരുന്ന പോലെയും അമ്മ അവനോട് സംസാരിക്കുന്ന പോലെയൊക്കെ അവന് ഫീൽ ആവുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് അവന്റെ ബിഹേവിയർ എല്ലാം മാറുന്നു. ഇതെല്ലാം ശങ്കർ നോട്ട് ചെയ്യുന്നുണ്ട്. ശങ്കർ എത്തുന്നതിന് മുമ്പ് ആനന്ദാണെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് എല്ലാം പാസ്സായി സെറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. എന്നാൽ ഈ കേസ് കുത്തിപ്പൊക്കിയല് ആനന്ദിനോട് ഓൾറെഡി ദേഷ്യമുള്ള ശങ്കർ അവന്റെ ഈ പ്രശ്നം മനസ്സിലാക്കി അവന്റെ ഒരു പണി കൊടുക്കാന്നുള്ള രീതിയിൽ മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളെ പോലീസിലേക്ക് എടുക്കാൻ കഴിയില്ല, സോ ഇയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറയുവാണ്. ഇത് കേട്ട് നായകനൊക്കെ തകർന്നു പോയി. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഐസക് എന്ന് പറയുന്ന പോലീസുകാരൻ ശങ്കറിനെ കാണാൻ വേണ്ടി വരുന്നതാണ്. അവനൊരു പാവം പയ്യന, അവൻ എനിക്കറിയാം. ആ കേസിന്റെ കാര്യത്തിൽ അവനോടുള്ള വൈരാഗ്യം കൊണ്ട് ദയവീത് നിങ്ങൾ അവന്റെ ഭാവി തകർക്കരുതെന്നൊക്കെ ഐസക് ശങ്കറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഈ സമയം ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ശങ്കർ പറയുവാണ്, അവൻ ആദ്യം അവന്റെ അസുഖം മാറ്റട്ടെ, എന്നിട്ട് അടുത്ത കൊല്ലം ഒന്നും കൂടി ശ്രമിക്കട്ടെ എന്ന്. അങ്ങനെ ഐസക് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ആനന്ദിനെ അറിയിക്കുന്ന സമയത്ത് ആനന്ദ് ശങ്കറിന്റെ അടുത്തേക്ക് നേരിട്ട് വരുന്നു. എന്നിട്ട് ഈ ജോലി എന്റെ സ്വപ്നമാണ് സാർ, എന്റെ ഭാവി തകർക്കൽ എന്നൊക്കെ പറഞ്ഞ് അവനും അയാളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നു.
എന്നാൽ അയാൾ അതൊന്നും കേൾക്കുന്നില്ല. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, നീ നിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു വാ, അപ്പൊ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അയാൾ അവനെ ഒഴിവാക്കി വിടുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നായകന്റെ മുമ്പിൽ വെച്ചാണ് നായകന്റെ അമ്മ മരണപ്പെട്ടത്. ആ ഒരു ഷോക്കിന്റെ പുറത്താണ് നായകൻ ഇന്ന് ഈ അവസ്ഥയിലായത്. അതായത് അന്നു മുതലാണ് ഈ ഹാലൂസിനേറ്റിംഗ് പ്രോബ്ലം എല്ലാം അവനുണ്ടാവാൻ തുടങ്ങിയത്. എന്തായാലും ഇപ്പം ഈ ഒരു പ്രോബ്ലം കൊണ്ട് അവന്റെ ജോലി നഷ്ടമായല്ലോ. അങ്ങനെ നായകൻ ഒരുപാട് സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുവാണ്. ഈ സമയം അവന്റെ അടുത്തേക്ക് അവന്റെ അമ്മ വരുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുന്നു. അങ്ങനെ അവന്റെ സങ്കടം കണ്ട് അവന്റെ അമ്മ പറയുവാണ്, ഞാൻ കൂടെ ഉള്ളതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ നിന്നെ വിട്ടുപൊക്കോളാന്ന്. എന്നാൽ ഇത് കേട്ട നായകൻ വീണ്ടും സങ്കടപ്പെടുന്നു. അങ്ങനെ അവൻ അമ്മയോട് പറയാണ്, അമ്മ കൂടെ ഉള്ളതാണ് എന്റെ ധൈര്യം, അതുകൊണ്ട് അമ്മ ഒരിക്കലും എന്നെ വിട്ടുപോവില്ലെന്ന്. ഈ സമയം അവന്റെ അമ്മ അവനോട് സംസാരിച്ച് അവന് ധൈര്യം കൊടുക്കുന്നു, അവനെ ഓക്കെ ആക്കുന്നു. ശേഷം ആ ഒരു ഊർജ്ജത്തിന്റെ പുറത്ത് നായകൻ DYSP ശങ്കറിനെ വിളിക്കുന്നു. എന്നിട്ട് അയാളോട് പറയുവാണ്, 2 ആഴ്ച കഴിഞ്ഞ് സാറ് കോടതിയിൽ ഹാജരാക്കുന്ന മെറിൻ കേസ് റിപ്പോർട്ട് തെറ്റാണെന്ന് ഞാൻ പ്രൂവ് ചെയ്യും. അവളുടെ ഒരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്നുള്ളത് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പ്രൂവ് ചെയ്യും. അവനീ പറയുന്നത് കേട്ട ശങ്കർ, അങ്ങനെയാണെങ്കിൽ നീ തെളിയിക്കടാ, കേരള പോലീസ് ആണോ ആനന്ദ് ശ്രീബാലയാണോ കറക്റ്റ് എന്നുള്ളത് നമുക്ക് കാണാമെന്ന് ചലഞ്ച് വെക്കുന്നു. അങ്ങനെ അവിടെ 2 ദിവസം കഴിഞ്ഞ് ശങ്കർ കമ്മീഷണർ വന്ന് കാണുന്നു. എന്നിട്ട് ആ കേസ് ആത്മഹത്യ എന്നുള്ള രീതി തന്നെ സംസാരിക്കുകയാണ്. ഈ സമയം കമ്മീഷണർ പറയുന്നു, ആനന്ദ് ഈ കേസിനെ പറ്റി അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടും ഞാൻ കണ്ടതാണ്. അയാൾ കണ്ടെത്തിയ കാര്യങ്ങളിൽ എന്തൊക്കെയോ ശരിയുണ്ടെന്ന് എനിക്കും തോന്നിയിരുന്നു. സോ ഈ ഈഗോ എല്ലാം മാറ്റിവെച്ച് താനും ശരിക്കും ഒന്ന് അന്വേഷിക്കുക, എന്നിട്ട് റിപ്പോർട്ടുമായിട്ട് എന്റെ അടുത്ത് വരാൻ പറഞ്ഞ് കമ്മീഷണർ അയാളെ പറഞ്ഞു വിടുന്നു. പിന്നീട് അങ്ങോട്ട് നായകന്റെ അന്വേഷണവും പോലീസിന്റെ അന്വേഷണവും മാറി മാറി കാണിക്കാൻ തുടങ്ങുന്നു. 2 കൂട്ടരും 2 രീതിക്ക് ഈ കേസിനെ പറ്റി മാക്സിമം അന്വേഷിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നായകനും കൂട്ടരും ഒരു കാര്യം കണ്ടുപിടിക്കുന്നു. മെറിനെ കാണാതാവുന്നതിന് മുമ്പ് അവൾ അവിടെയുള്ള ടൗൺ ജംഗ്ഷനിലൂടെ പാസ് ചെയ്തു പോയായിരുന്നു. ആ സമയത്ത് അവൾ അവിടെയുള്ള ഒരു കടയിൽ കയറി എന്തോ വാങ്ങുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു CCTV ഫുട്ടേജ് ആണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ ഇപ്പൊ ആ കടയിലേക്ക് എത്തി നായകൻ മെറിന്റെ ഫോട്ടോ കാട്ടിക്കൊടുത്ത് അതിനെപ്പറ്റി അവിടുത്തെ ലേഡിയോട് ചോദിക്കുവാണ്. അപ്പൊ ആ ലേഡി പറയുന്നു, അന്ന് ആ പെൺകുട്ടിയോടെ വന്ന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് വാങ്ങിയതെന്ന്. ഇത് കേട്ട നായകൻ എന്ത് ഗിഫ്റ്റ് അവൾ വാങ്ങിയെന്ന് ചോദിക്കുന്നു. അതൊരു യേശുവിന്റെ പ്രതിമയാണെന്നും പറഞ്ഞുകൊണ്ട് അതുപോലെയുള്ള മറ്റൊരെണ്ണം ആ ലേഡി ഇപ്പൊ അവരെ എടുത്ത് കാണിക്കുന്നു. ശരി, ആ ഗിഫ്റ്റിന്റെ പുറത്ത് അത് ആർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അവൾ എന്തെങ്കിലും വിഷയം എഴുതിച്ചായിരുന്നോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും എഴുതിച്ചില്ലാന്ന് ഈ സമയം ലേഡി പറയുന്നു. ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മുടെ നായകനും ടീംസും മെറിന്റെ പരിചയക്കാരുടെയും അവളുടെ ഫ്രണ്ട്സിന്റെ എല്ലാം ഡീറ്റെയിൽസ് എടുക്കുവാണ്. എന്നിട്ട് അന്നത്തെ ആ ദിവസം ആർക്കെങ്കിലും ബർത്ത്ഡേ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുന്നു. എന്നാൽ അങ്ങനെയൊന്നും കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് ഹനാഫ് പോൾ എന്ന് പറയുന്ന മെറിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് എത്തുവാണ്. ഇനി ഇൻ കേസ് മെറിന് ആ ഗിഫ്റ്റ് വാങ്ങിയത് ആർക്കാണെന്ന് അവൾക്കറിയോന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ നായകനും കൂട്ടരും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് പോലീസുകാർ അവളുടെ അടുത്തെത്തി അവളെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസുകാരുടെ ചോദ്യം ചെയ്യലില് അവൾ ഭയന്ന് ഒരുപാട് കരയുന്നു. കാരണം ബെസ്റ്റ് ഫ്രണ്ടായ മെറിന്റെ മരണത്തില് അവൾ വല്ലാതെ തകർന്നിരിക്കുവായിരുന്നു. അതിനു പുറമെ ഇതുപോലുള്ള പോലീസുകാരുടെ ചോദ്യം കൂടി ആയപ്പോഴാണ് അവൾ ഇങ്ങനെ കരഞ്ഞത്. അങ്ങനെ ഹെനയുടെ അച്ഛൻ DYSP ശങ്കറിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. മരിച്ചുപോയ മെറിനെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹെനന്റെ അച്ഛൻ പറയുവാണ്, മെറിൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മോളെ വിളിച്ചിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡിപ്രഷന്റെ മരുന്ന് ഓവർഡോസ് ആയി ഹെന ആശുപത്രിയിലായിരുന്നു. അന്ന് അവൾ അതിൽ നിന്ന് റിക്കവർ ആക്കാൻ മെറിൻ എടുത്ത പങ്ക് വളരെ വലുതാണ്. ശരിക്കും ഹെന അന്ന് സൂയിസൈഡിന് ശ്രമിച്ചതായിരുന്നു. അങ്ങനെ അവൾ അതിന് അന്ന് യൂസ് ചെയ്ത മരുന്നിനെ പറ്റി അറിയാൻ വേണ്ടിയായിരുന്നു മെറിൻ അവസാനമായിട്ട് അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് വിളിച്ചപ്പം ആ മരുന്ന് എല്ലാവർക്കും വാങ്ങാൻ കിട്ടുമോ, അതിന് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ടോ എന്നൊക്കെ അവൾ ചോദിച്ചിരുന്നു. ഇതെല്ലാം കേൾക്കുന്ന പോലീസുകാര് അങ്ങനെയാണെങ്കിൽ മെറിനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയായിരിക്കണം ആ മെഡിസിനെ പറ്റി എല്ലാം ചോദിച്ചതെന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പോയതിനു ശേഷമാണ് നായകനും ടീംസും മെറിനെ പറ്റി ചോദിക്കണം എന്നുള്ള രീതിയിൽ ഹെനന്റെ അച്ഛനെ അപ്രോച്ച് ചെയ്യുന്നത്. എന്നാൽ ഇവരുടെ ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളും കൂടി ആവുമ്പോൾ ആകെ തകർന്നിരിക്കുന്ന മകളുടെ അവസ്ഥ വീണ്ടും ഗുരുതരാകുമോ എന്നുള്ള പേടി കൊണ്ടും പിന്നെ ഈ കേസിലേക്ക് ഹെനേനെ അവര് വലിച്ചഴിച്ചാലോ എന്നുള്ള പേടി കൊണ്ടും ഹെനന്റെ അച്ഛൻ അത് മറക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹെനന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത സർജനെ ശങ്കർ കണ്ട് സംസാരിക്കുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ആ കേസ് അറ്റൻഡ് ചെയ്ത മോർച്ചറിയിലെ അറ്റൻഡറെ നായകനും ടീംസും കാണുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ അവരെ അയാളോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അയാൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ അയാൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ബോഡി അധികം നേരം ഒന്നും വെള്ളത്തിൽ കിടന്നിട്ടില്ലായിരുന്നു. പിന്നെ അവളുടെ കഴുത്തിന്റെ പുറകിലായിട്ട് 1-2 പാടുകൾ ഉണ്ടായിരുന്നു. അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചപ്പോ വന്ന പാടുകളാണത്. പീഡന ശ്രമം ഒന്നും നടന്നിട്ടില്ല. വഴക്കിനെ തുടർന്നുണ്ടായ ചെറിയ പിടുത്തം വലിയന്റെ അടയാളങ്ങൾ മാത്രമേ അവളുടെ ബോഡിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞിറങ്ങി അടുത്ത സീനിൽ നായകൻ അവന്റെ വീട്ടിലിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. നായകനെ കേസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാലൂസിനേഷനിൽ അവന്റെ അമ്മ അവനോട് ചോദിക്കുവാണ്, മെറിന്റെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ പോലീസിനെ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിനക്ക് കണ്ടെത്തിക്കൂടെയെന്ന്. അത് കറക്റ്റ് ആണല്ലോ എന്ന് ഈ സമയം നായകൻ ആലോചിക്കുന്നു. എന്നാൽ മെറിന്റെ മരണത്തോടെ ആ ഫോൺ മിസ്സിംഗ് ആയിരുന്നു. എന്നാൽ സൈബർ വിദഗ്ധരുടെ ഹെൽപ്പോട് കൂടി പോലീസുകാർ അതിലെ ഡാറ്റ എല്ലാം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കേസിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് നായകൻ അത് ചോദിച്ചാൽ അവരെന്തായാലും കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഐസക് എന്ന് പറയുന്ന പോലീസുകാരുടെ ഹെൽപ്പോട് കൂടി നായകൻ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് കാണാതായ അവളുടെ ഫോൺ കണ്ടെത്താനുള്ള കുറെ ശ്രമങ്ങളെല്ലാം നടത്തുന്നു. അങ്ങനെ അവർ കണ്ടെത്തുവാണ് മെറി മരിച്ചു കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നാഗർകോവിലിനടുത്ത് ആ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ പോയി ആ ഫോൺ കണ്ടെത്തണം. ആ ഫോൺ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിനെ പിടിക്കണം. അങ്ങനെ ഈ ഒരു പ്ലാനുമായിട്ട് നായകൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഐസക് നായകൻ തടയുന്നു. അങ്ങോട്ട് പോയി ആ ഫോൺ കണ്ടെത്തുക, അതുപോലെ ആ ഫോൺ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിനെ പിടിക്കാന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. നിന്റെ ജീവന് വരെ അത് ആവത്താവുന്നൊക്കെ അയാൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ നായകനോടേക്ക് പോകാൻ തുടങ്ങുവാണ്. ഈ സമയം ആകെ ടെൻഷനായ ഐസക് ആണെങ്കിൽ ഇത് വിളിച്ച് ശങ്കറിനെ അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് ശങ്കർ പറയാണ്, ആ ചെക്കന്റെ തലയ്ക്ക് സുഖമില്ല, ഇപ്പൊ ആ ഫോൺ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? പോലീസുകാർ ഓൾറെഡി അതിലെ ഡാറ്റ എല്ലാം റിക്കവർ ചെയ്തതാണ്. ഇനി അവനത് കണ്ടെത്തിയേ തീരുന്നുണ്ടെങ്കിൽ അവൻ പോയി കണ്ടെത്തട്ടെ, എനിക്കെന്തായാലും ഇതില് അവനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് ശങ്കർ കോളും കട്ടാക്കുന്നു. ഇതേ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം കേട്ടോണ്ട് ശങ്കറിന്റെ കൂടെ പ്രദീപ് എന്ന് പറയുന്ന പോലീസുകാരനുണ്ടായിരുന്നു. ആനന്ദിനെ പറ്റിയും അവന്റെ അമ്മേനെ പറ്റിയെല്ലാം ശരിക്കും അറിയാവുന്ന പ്രദീപ് എന്ന് പറയുന്ന പോലീസുകാരൻ അവന്റെ ഫ്ലാഷ് ബാക്കിനെ പറ്റി ഇപ്പൊ ശങ്കർ
ശങ്കറിനോട് പറയാൻ തുടങ്ങുന്നു. ആനന്ദിന്റെ അമ്മ ശ്രീബാല നല്ലൊരു പോലീസുകാരിയായിരുന്നു. അവര് സർവീസിലിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിനെ കുറെ ആൾക്കാർ കൂടി റേപ്പ് ചെയ്തു. ആ സമയം പോലീസുകാര് ആ കേസ് അന്വേഷിച്ച് പ്രതികളെല്ലാം പിടികൂടി. എന്നാൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവരവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് കേസിൽ നിന്ന് സുഖമായിട്ട് ഊരിപ്പോന്നു. ആ സമയം ആ പെൺകുട്ടിനോട് അത്രയും വലിയ തെറ്റ് ചെയ്ത അമാരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ വളരെ സിൻസിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥയായ ആനന്ദിന്റെ അമ്മ ശ്രീബാല അവർക്കെതിരെ വ്യക്തമായിട്ടുള്ള എവിഡൻസ് എല്ലാം കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയ എവിഡൻസ് എല്ലാം ശ്രീബാല കോടതിയിൽ ഹാജരാക്കാനിരിക്കുന്നതിന്റെ തലേ ദിവസം ആ പ്രതികള് അവരുടെ വീട്ടിൽ കയറി അവരെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ആനന്ദകുട്ടിയായിരുന്നു. അവന്റെ കൺമുമ്പിൽ വെച്ചാണ് അന്ന് ആ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. ആ ഒരു ഷോക്ക് കൊണ്ടാണ് അവൻ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അല്ലാതെ അവന് തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടൊന്നും അല്ല സാറേ എന്ന് പ്രദീപ് ഇപ്പൊ ശങ്കറിനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അങ്ങനെ നായകനോട് പാവം തോന്നുന്ന ശങ്കർ എന്ന് പറയുന്ന പോലീസുകാരൻ നാഗർകോവിലേക്ക് അവനൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ കൂടെ വിടുവാണ്. അങ്ങനെ നാഗർകോവിലേക്ക് എത്തുന്നവര് ആ മൊബൈലിന്റെ ലൊക്കേഷൻ എല്ലാം ട്രാക്ക് ചെയ്ത് ആ മൊബൈൽ കണ്ടെത്തുന്നു. അങ്ങനെ ആ മൊബൈൽ കൈവശം വെച്ചിരുന്ന വ്യക്തിയോട് ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ അത് അവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറയുവാണ്. ഇത് കേട്ട നായകനും അയ്യപ്പൻ എന്ന് പറയുന്ന പോലീസുകാരനും അവിടെ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് ആ കടക്കാരൻ പറയുവാണ് കേരളത്തിലുള്ള ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ മൊബൈൽ ഫോൺ അവിടെ കൊണ്ടു വിറ്റതെന്ന്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അയാൾ ഇതേപോലെ ഫോണുകൾ കൊണ്ട് ഇവിടെ വിൽക്കാറുണ്ട്. അയാൾക്ക് ഇതേപോലെ പല ബിസിനസ്സും ഉണ്ട്. ഇതെല്ലാം കേട്ട നായകനും ടീംസും ആന്റണിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അയാളെ പറ്റി അന്വേഷിച്ചിറങ്ങുന്നു. അങ്ങനെ നാട്ടിലേക്ക് എത്തി ആനന്ദ് ആന്റണി എന്ന് പറയുന്ന വ്യക്തിനെ കണ്ടെത്തുവാണ്. അങ്ങനെ അയാളെ മെറിന്റെ ഫോട്ടോ കാണിച്ച് മെറിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ നായകൻ പുറകെ ഓടി അയാളെ പിടികൂടുന്നു. ഈ സമയം നായകനെ ആക്രമിച്ച് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് ശങ്കറും ബാക്കി പോലീസുകാരും അവിടേക്ക് എത്തി അയാളെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. നായകനെ പറ്റി കൂടുതൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ശങ്കറിന് നായകനോടുള്ള ദേഷ്യം എല്ലാം മാറിയിരുന്നു. അതുകൊണ്ടാണ് നായകനെ ഹെൽപ്പ് ചെയ്യാനെല്ലാം അയാൾ വന്നത്. അങ്ങനെ അടുത്ത സീനില് ശങ്കർ ആന്റണിനെ ചോദ്യം ചെയ്യുന്നു. മെറിന്റെ ഫോൺ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് അയാൾക്ക് കളഞ്ഞു കിട്ടിയതാണെന്നാണ്. എന്നാൽ ആന്റണിനെ പറ്റി ശരിക്കും മനസ്സിലാക്കുമ്പോൾ അയാൾ ഒരു ക്രിമിനൽ ആണെന്ന് അറിയുമ്പോൾ അയാൾക്ക് ഈ കേസിലെ എന്തോ ഒരു പങ്കുണ്ടെന്ന് ശങ്കറിന് നല്ല ഡൗട്ട് തോന്നുന്നു. അങ്ങനെ ശങ്കർ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ സമ്മതിക്കുവാണ് മെറിനെ കൊന്നത് അയാളാണെന്ന്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതും ശങ്കർ ഇത് നായകനെ വിളിച്ചറിയിക്കുന്നു. എന്നാൽ നായകൻ ഈ കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ആന്റണി എന്നുള്ള ഒരു പേര് മെറിനെ പറ്റി ഇത്രയും അന്വേഷിച്ചിട്ടും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ആർക്കും അയാളെ പറ്റി അറിയത്തുമില്ല. അങ്ങനെയുള്ള അയാളുമായിട്ട് മെറിന് എന്ത് ബന്ധം ഉണ്ടാവാനാ? ഇങ്ങനെല്ലാം ചിന്തിക്കുന്ന നായകൻ ഇനി അതിനെപ്പറ്റി എന്തെങ്കിലും അവളുടെ കാമുകനായ റോണിക്ക് അറിയായിരുന്നു എന്ന് അറിയാൻ വേണ്ടി റോണിനെ കണ്ടത് ചോദിക്കാൻ വേണ്ടി നേരെ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഈ സമയത്താണ് അവരറിയുന്നത് റോണിന്റെ അമ്മച്ചി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചടങ്ങുകളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ മെറിനെ നഷ്ടമായി അമ്മച്ചിനെ നഷ്ടമായിട്ട് റോണി ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവിടേക്ക് എത്തിയ നായകൻ അവനെ സമാധാനിപ്പിക്കുന്നു. ഇതേ സമയത്ത് അവന്റെ ഹാലൂസിനേഷനിൽ അവന്റെ അമ്മ അവിടേക്ക് വരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു പ്രതിമ അവന്റെ അമ്മ അവന് കാട്ടിക്കൊടുക്കുന്നു. ആ പ്രതിമ കാണുന്ന സമയത്ത് നായകന് പെട്ടെന്ന് ഒരു കാര്യം കണക്ട് ആവുന്നു. മരിക്കുന്നതിന് മുമ്പ് മെറിൻ ആർക്കോ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു യേശുവിന്റെ പ്രതിമ വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറയുന്നില്ലായിരുന്നോ? അതേപോലത്തെ പ്രതിമയായിരുന്നു അത്. അങ്ങനെ ഇത് കണ്ടതോടെ നായകന് മനസ്സിലാവുന്നു അന്ന് മെറിൻ ഈ പ്രതിമ വാങ്ങിയത് റോണിന്റെ അമ്മച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന്. അന്ന് ഈ അമ്മച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന്. ഈ ഗിഫ്റ്റ് ഇവിടെ ഇരിക്കുന്നതിലൂടെ മരിക്കുന്നതിന്റെ അന്ന് അവൾ ഇവിടെ എത്തിയിരുന്നു എന്നുള്ള കാര്യവും നായകന് മനസ്സിലാവുകയാണ്. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് നായകൻ റോണിന്റെ അടുത്തേക്ക് എന്ന് അവനോട് ചോദിക്കുവാണ് മെറിനെ കാണാതായ അന്ന് അമ്മച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ, അന്ന് അവൾ ഇങ്ങോട്ട് വന്നിരുന്നു അല്ലേ എന്ന്. ഇത് കേൾക്കുന്ന റോണി ഇല്ല അന്ന് ഞങ്ങൾ വഴക്ക് കൂടിയിരിക്കുവായിരുന്നു, അതുകൊണ്ട് അമ്മച്ചിന്റെ ബർത്ത്ഡേക്ക് വിളിച്ചെങ്കിലും അവൾ വന്നില്ല എന്ന് പറയുന്നു. അവൾ വന്നില്ലെങ്കിൽ പിന്നെ അവൾ വാങ്ങിയ ഗിഫ്റ്റ് എങ്ങനെ അവിടെ വരും? സോ ഇതിലൂടെ അവൻ നുണ പറയുകയാണെന്നുള്ള കാര്യം നായകൻ മനസ്സിലാവുന്നു. അങ്ങനെ റോണി മറയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി നായകൻ അവിടുന്ന് മരിച്ചുപോയ റോണിന്റെ അമ്മച്ചിന്റെ ഫോൺ എടുക്കുവാണ്. എന്നിട്ട് അത് അവൻ കാണാതെ വിശദമായിട്ട് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഫോൺ ചെക്ക് ചെയ്യുന്നതിലൂടെ നായകൻ ചില കാര്യങ്ങൾ കണ്ടെത്തുവാണ്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മെറിനെ കാണാതായ ആ ദിവസം അവൾ റോണിന്റെ അമ്മച്ചിന്റെ ഫോണിൽ നിന്ന് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഹെനനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് നായകൻ ആലോചിക്കുന്നു. അങ്ങനെ നായകൻ അത് ശങ്കറിനോട് പറയുന്ന സമയം ശങ്കർ അന്ന് ഹെനന്റെ അച്ഛനോട് സംസാരിച്ചപ്പോൾ അയാൾ അതിനെപ്പറ്റി എല്ലാം പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ആ കാര്യങ്ങൾ നായകനെ അറിയിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം അറിഞ്ഞതും നായകന് പെട്ടെന്ന് മറ്റൊരു കാര്യം കണക്ട് ആവുകയാണ്. ആദ്യമായിട്ട് അവര് റോണി എന്ന് പറയുന്ന മെറിന്റെ കാമുകനെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് അന്ന് അവന്റെ കാറിൽ ആ ഡിപ്രഷനുള്ള കുറെ ടാബ്ലറ്റ്സ് ഇരിക്കുന്നത് ഇവർ ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ ഇപ്പൊ അതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് റോണിക്ക് ഇതിലെ എന്തോ ഒരു വലിയ പങ്കുണ്ടെന്ന് നായകൻ ഉറപ്പിക്കുന്നു. പ്രത്യേകിച്ച് റോണിന്റെ അമ്മച്ചിയുടെ ഫോണിൽ നിന്ന് മെറിന് അങ്ങനെ ഒരു കോള് ഹെനയ്ക്ക് ചെയ്യണമെങ്കിൽ അത് എന്തോ ഒരു സീരിയസ് കാര്യമായിരിക്കുമല്ലോ. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയതും നായകൻ ശങ്കറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് റോണിന്റെ അമ്മച്ചിന്റെ ബോഡി അടക്കം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ബോഡി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന്, അതിനുള്ള പെർമിഷൻ വാങ്ങണമെന്ന്. നായകൻ സീരിയസ് ആയിട്ട് ഈ കാര്യം പറയുമ്പോൾ ശങ്കർ അതിന് വേണ്ട പെർമിഷൻ വാങ്ങിയെടുക്കുന്നു. ശേഷം ഈ ടോണിനെ പറ്റി പോലീസുകാർ കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസുകാർ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത് ശരിക്കും റോണി ഓർഫൻ ആയിരുന്നു. അങ്ങനെ ഇതിനെപ്പറ്റി റോണിന്റെ അമ്മച്ചിന്റെ വീട്ടുകാരോട് അന്വേഷിക്കുന്ന സമയം റോണി ഒരു പ്രത്യേകതരം ക്യാരക്ടർ ആയിരുന്നു, ആരുമായിട്ട് അവൻ ചേരില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നു. ഇതും കൂടി ആകുമ്പോൾ റോണിനെ പോലീസുകാർ കൂടുതൽ സംശയിക്കാൻ തുടങ്ങുന്നു. അറ്റ് ദ സെയിം ടൈം റോണി ആണെങ്കിൽ അമ്മച്ചിന്റെ ബോഡി പോലീസുകാർ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയോണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ റിപ്പോർട്ട് വരുന്നു. റോണിന്റെ അമ്മച്ചിന്റെ ബോഡിയിൽ നിന്ന് ആ മരുന്നിന്റെ അംശം കണ്ടുപിടിച്ചു. ഇതോടുകൂടി റോണിനെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ അവനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് അമ്മച്ചിയെയും മെറിനെയും അവനൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് നായകൻ ചോദിക്കുന്നു ഞാനന്ന് നിന്നോട് ചോദിച്ചില്ലേ അവളെ കാണാതായ ദിവസം അവള് നിന്റെ വീട്ടിലേക്ക് വന്നായിരുന്നു എന്ന്? അപ്പൊ നീ ഇല്ലാന്നാണ് പറഞ്ഞത്. അവൾ അന്ന് വന്നില്ലെങ്കിൽ ഈ പ്രതിമ നിന്റെ വീട്ടിൽ എങ്ങനെ എത്തി? ഇത് അവൾ അമ്മച്ചിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതുപോലെ അന്ന് അമ്മച്ചിയുടെ ഫോണിൽ നിന്ന് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഹെനനെ കോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം അറിയുന്ന സമയത്ത് റോണി അകഞ്ഞെട്ടുന്നു. അപ്പൊ ശങ്കർ അവനോട് ചോദിക്കുന്നു ആ ഡിപ്രഷന്റെ ഗുളിക കൊടുത്ത് നീ എന്തിനാ നിന്റെ അമ്മച്ചിനെ ഇല്ലാതാകാൻ ശ്രമിച്ചത് എന്ന്. ഈ സമയം അവൻ പറയുവാണ് അമ്മച്ചി സുഖമില്ലാതെ കുറെ നാളായിട്ട് കിടപ്പിലായിരുന്നു. ആ കട്ടിലേക്ക് കിടന്ന് ഇങ്ങനെ നരയിക്കണ്ടെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തത്.
അപ്പൊ മെറിന്റെ കാര്യോ? ഇങ്ങനെ നായകൻ ചോദിക്കുമ്പോൾ മെറിന് ഞാനൊന്നും ചെയ്തിട്ടില്ല, അവളന്ന് വീട്ടിൽ വന്നത് പോലും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ അവൻ പറയുന്നു. അവളന്ന് വീട്ടിൽ വന്നതിന് ഒരു തെളിവ് എന്റെ കയ്യിലുണ്ട്. ഇങ്ങനെയും പറഞ്ഞിട്ട് നായകൻ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുത്ത് അവിടെ വെക്കുവാണ്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മെറിന്റെ ഒടിഞ്ഞു പോയ കമ്മലായിരുന്നു. റോണിന്റെ വീട്ടിൽ നിന്നാണ് നായകൻ അത് കണ്ടുപിടിച്ചത്. അങ്ങനെ ഈ സമയത്താണ് സംഭവിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നത്. അന്ന് അമ്മച്ചിക്കുള്ള ഗിഫ്റ്റും വാങ്ങി മെറിൻ റോണിന്റെ വീട്ടിലേക്ക് എത്തുവാണ്. ആ സമയം അമ്മച്ചി കുളിക്കുമായിരുന്നു. അമ്മച്ചി വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് അവൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റൂമിലിരിക്കുന്ന ഗുളിക അവൾ കാണുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഗിഫ്റ്റ് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് അവൾ ആ ഗുളിക ചെക്ക് ചെയ്യുന്നു. ആ ഗുളിക കാണുന്ന സമയത്ത് അവൾക്ക് അവളുടെ ഫ്രണ്ടായ ഹെനേനെ ഓർമ്മ വരുന്നു. അവളുടെ ഫോണിൽ അപ്പൊ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അവൾ അമ്മച്ചിന്റെ ഫോൺ എടുത്ത് ഹെനേനെ കോൾ ചെയ്യുവാണ്. എന്നിട്ട് ആ ഗുളികനെ പറ്റി എല്ലാം ചോദിക്കുന്നു. അത് ഓവർഡോസ് ആയിട്ട് കഴിച്ചിട്ടായിരുന്നല്ലോ അവളന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഗുളിക എന്തിനു വേണ്ടി അമ്മച്ചി കഴിക്കണം അതറിയാൻ വേണ്ടിയായിരുന്നു ഹെനേനെ വിളിച്ച് നായിക അതിനെ പറ്റി എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹെന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവൾക്ക് എന്തോ ഡൗട്ട് അടിക്കുന്നു. അങ്ങനെ അവൾ ആ ഒരു രീതിക്ക് അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് പുറത്തു പോയിരുന്ന റോണി അവിടേക്ക് തിരിച്ചെത്തുന്നത്. അങ്ങനെ അവനെത്തിയതും അവൾ അതിനെപ്പറ്റി അവനോട് ചോദിക്കുന്നു. ഇത് കേട്ട് അവൻ അമ്മച്ചിക്ക് എയർ ബാലൻസിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, സോ അതിനുവേണ്ടിയാണ് അമ്മച്ചി ഗുളിക കഴിക്കുന്നതെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവള് അവനോട് ദേഷ്യപ്പെടുന്നു. എയർ ബാലൻസ് ഇഷ്യൂവിന് ഇങ്ങനെ ഒരു ഗുളിക കൊടുക്കുന്ന ഡോക്ടർ ആരാണെന്ന് എനിക്കറിയണം, ഇതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്, നീ എന്തോ എന്നോട് മറക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ ഒച്ചപ്പാടുണ്ടാക്കുന്ന സമയം ദേഷ്യമെന്ന് അവൻ പറയുന്നു. ചെറുപ്പം മുതലേ ഞാൻ കേൾക്കുന്നതാ അനാഥൻ വലിഞ്ഞു കയറി വന്നവനെന്നൊക്കെ എല്ലാരും എന്നെ വിളിക്കുന്നത്. ഇവര് തട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവരുടെ ഒരു ചില്ലി കാശ് പോലും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അവരുടെ കുടുംബക്കാർ എന്നെ അടിച്ച് ഇവിടുന്ന് പുറത്താക്കും. അതിനു മുമ്പേ എനിക്ക് ഈ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കണം. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സോ ഇനി ആ സ്വത്തുക്കളെല്ലാം എനിക്ക് വരണമെങ്കിൽ ഈ തള്ള ഇല്ലാതാവണം. സോ അതിനുവേണ്ടി ആ തള്ളനെ ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്നത് തന്നെയാണെന്ന് അവൻ അങ്ങനെ അവളോട് തുറന്നു പറഞ്ഞു. ഇത് കേട്ട് ആകെ ഷോക്കാവുന്ന മെറിൻ ഞാനിത് പോലീസിനെ അറിയിക്കുമെന്ന് പറയുന്നു. അപ്പത്തേക്കും അമ്മച്ചി ഗുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഇതുകൊണ്ട് റോണി അവൾ അമ്മച്ചിനോട് ഇതൊന്നും പറയാതിരിക്കാൻ വേണ്ടി അവളുടെ വാപൊത്തി അടുത്തുള്ള റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവളെ വാപൊത്തി പിടിക്കുന്ന സമയം ശ്വാസം കിട്ടാതെ അവൾ അവിടെ പെടഞ്ഞു വീഴുന്നു. അപ്പോഴേക്കും അമ്മച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി അമ്മച്ചിന്റെ വീട്ടുകാരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റോണി ആണെങ്കിൽ അവളെ പിന്നെ വന്ന് നോക്കാന്നുള്ള രീതിയിൽ അവളെ അവിടെ ഇട്ടിട്ട് വന്നിരിക്കുന്ന ബന്ധുക്കളുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ശ്വാസം കിട്ടാതെ ആസ്മ പ്രോബ്ലം ഉള്ള മെറി മരിച്ചു പോയതായിരുന്നു എന്ന്. ശേഷം ഞാൻ അവളുടെ ബോഡി കൊണ്ടേ കാലിലിട്ടു. അങ്ങനെ ടോണി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ വിശ്വസിച്ചു. എന്നാൽ ആന്റണി എന്തിനാണ് കുറ്റം ഏറ്റെടുത്തതെന്ന് അവർക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ആയിരുന്നു. ഇനി ഇൻ കേസ് ആന്റണിയും റോണിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവർ ആ ഒരു രീതിക്കൊക്കെ അന്വേഷിക്കുകയാണ്. എന്നാൽ അവർ തമ്മിൽ ബന്ധമുള്ളതായിട്ടൊന്നും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നാൽ അവർ രണ്ടുപേരെ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് മെറിനെ കാണാതായ ദിവസം അവർ രണ്ടുപേരെ ഫോണിലേക്ക് ഒരു സെയിം നമ്പറിൽ നിന്ന് കോളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഫോൺ ഉപയോഗിച്ചിരിക്കുന്ന ആ വ്യക്തിയായിരിക്കണം അവരെ തമ്മിൽ ഇന്റർലിങ്ക് ചെയ്തതെന്ന് ഇതിലൂടെ പോലീസുകാർ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ നമ്പറിനെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് അതൊരു കേസിൽ പെട്ട് പോലീസ് സ്റ്റേഷനിലുള്ള ഫോൺ നമ്പർ ആണെന്ന് പോലീസുകാർ കണ്ടെത്തുന്നു. CI ബെന്നിന്റെ സ്റ്റേഷനിലായിരുന്നു ആ മൊബൈൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ ഇത് മനസ്സിലാക്കിയ നായകനും ശങ്കറും കൂടി നേരെ അവിടേക്ക് എത്തുന്നു. എന്നിട്ട് അയാളോട് അതിനെപ്പറ്റി ചോദിക്കുവാണ്. ഇവിടെയുള്ള പോലീസുകാരെല്ലാം കേസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫോൺ എടുക്കാറുള്ളതാണ്. അപ്പൊ ആരാണ് ആ ഫോൺ ഉപയോഗിച്ച് അവരെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ഒരു വഴിയില്ലെന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം ഫോൺ ചെക്ക് ചെയ്യുവാണ് നമ്മുടെ നായകൻ. അങ്ങനെ നായകൻ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് ആ ഫോണിൽ ഹോട്ട്സ്പോട്ട് കണക്ട് ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നായകന് പിടികിട്ടുന്നു. അങ്ങനെ നായകന് CI ബെന്നിന് ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ട് സാർ ഇതിൽ നെറ്റ് ഇല്ല, സാറിന്റെ ഫോണിന്റെ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ആക്കാൻ പറയുന്നു. ഇത് കിട്ട് ബെന്നി ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുവാണ്. അപ്പൊ ആ ഫോണിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കണക്ട് ആവുന്നു. ഇത് കണ്ടതോടെ നായകൻ ഉറപ്പിച്ചു അപ്പൊ ഇയാളാണ് ആ ഫോൺ യൂസ് ചെയ്യാറുള്ളതെന്ന്. ഇയാളാണ് ഈ ഫോണിൽ നിന്ന് റോണിനെ ആന്റണിനെയും കോൾ ചെയ്തിട്ടുള്ളതെന്ന്. അങ്ങനെ ഈ സമയം ബെന്നിക്ക് ഈ കേസിൽ എന്ത് പങ്കാണുള്ളതെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നു. ഈ ബെന്നി എന്ന് പറയുന്ന പോലീസുകാരൻ റോണിന്റെ ഒരു പരിചയക്കാരനായിരുന്നു. അന്നൊരു അബദ്ധത്തില് മെറിൻ മരിച്ചു പോയപ്പോ ആ കാര്യം റോണി CI ബെന്നിനെ അറിയിച്ചു. ശരിക്കും അമ്മച്ചിനെ ഇല്ലാതാക്കി അമ്മച്ചിനെ സ്വത്തടിക്കാനുള്ള പ്ലാൻ ഇവർ രണ്ടുപേരും കൂടി ഇട്ടതായിരുന്നു. അതിന്റെ ഇടയിലാണല്ലോ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അപ്പൊ റോണിനെ മെറിന്റെ കേസിൽ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് CI ബെന്നിക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മകളെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ പേരൻസ് വന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. ഈ സമയം എന്ത് ചെയ്യുമെന്ന് ബെന്നി ആലോചിക്കുന്നു. അങ്ങനെ ബെന്നി അതിനൊരു വഴി കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവൻ ആന്റണി എന്ന് പറയുന്ന ക്രിമിനലിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുവാണ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളുടെ ബോഡി അവിടെയുള്ള കായലിൽ കൊണ്ടിടാൻ പറയുന്നു. ആ കേസിന്റെ കംപ്ലൈന്റ് കിട്ടിയത് CI ബെന്നിക്കായിരുന്നല്ലോ. അപ്പൊ നാളെ ഈ ബോഡി കിട്ടിയ ഈ കേസ് അന്വേഷിക്കാൻ പോകുന്ന അയാളായിരിക്കും. അപ്പൊ അയാൾ റോണിയായിട്ട് വഴക്കുണ്ടാക്കി മെറിൻ സൂയിസൈഡ് ചെയ്തതാണെന്ന് വരുത്തി തീർക്കും. അങ്ങനെ കേസ് ഒതുക്കും. ഇനി ഇൻ കേസ് ആ പ്ലാൻ അങ്ങനെ തകർന്നു പോയാൽ ഈ കേസ് ആന്റണിന്റെ തലയ്ക്ക് വരുന്ന രീതിയിൽ സെറ്റാക്കാം. അതിന് പകരമായിട്ട് കിട്ടാൻ പോകുന്ന അമ്മച്ചിന്റെ സ്വത്തുക്കളിൽ കുറച്ച് അവനും കൊടുക്കാം. ഇങ്ങനെ CI റോണിനോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത്. അങ്ങനെ ഇപ്പൊ ശങ്കറും നായകനും ടീംസും കൂടി വിവാദമായി കേസ് തെളിയിച്ചു. അവർ 3 പേരും ചെയ്ത തെറ്റിന് അവർക്ക് കോടതി ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. ഈ കേസ് വളരെ വേഗത്തിൽ തെളിയിച്ചുകൊണ്ട് കമ്മീഷണർ ശങ്കറിനെ ഒരുപാട് പ്രശംസിക്കുന്നു. എന്നാൽ മുഴുവൻ ക്രെഡിറ്റ് എനിക്കല്ല, ഇതിൽ എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തിയത് ഈ നിൽക്കുന്ന ആനന്ദാണെന്ന് ശങ്കർ ഈ സമയം കമ്മീഷണറോട് പറയുന്നു. ഈ സമയം കമ്മീഷണർ നായകനോട് പറയുന്നു തന്റെ SI പോസ്റ്റിന്റെ കാര്യം ഞങ്ങൾ ഒന്നും കൂടി പരിഗണിച്ചോളാന്ന്. തന്നെ പോലെ ഒരാളെ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുണ്ടെന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന ആനന്ദ് പറയുന്നു അതൊന്നും വേണ്ട, കേരള പോലീസ് ആവാനുള്ള മെന്റൽ ഫിറ്റ്നസ് ഒന്നും എനിക്കില്ല. മെന്റലി ഞാൻ ഓക്കെ ആവണമെങ്കിൽ ഞാൻ എന്റെ അമ്മേനെ മറക്കണം, അമ്മേനെ മറന്നുകൊണ്ടുള്ള ഒന്നും എനിക്ക് വേണ്ടാന്ന്. അങ്ങനെ നായകൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയം ശങ്കർ വന്ന് ചെയ്തു പോയനെല്ലാം നായകനോട് മാപ്പ് ചോദിക്കുന്നു. അതുപോലെ അവനോട് പറയുവാണ് നിന്റെ അമ്മ ഒരു സിൻസിയർ ഉദ്യോഗസ്ഥയാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. നിന്റെ അമ്മ നിന്റെ കൂടെ ഉണ്ടെന്നല്ല നീ പറയാറ്. ഡിപ്പാർട്ട്മെന്റിലെ സിൻസിയർ ഉദ്യോഗസ്ഥയായിരുന്ന ആ പോലീസുകാരിക്ക് ഞാൻ സല്യൂട്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അയാൾ ഒരു സല്യൂട്ട് കൊടുക്കുന്നു. ഈ സമയം നായകൻ ഒരുപാട് അഭിമാനിക്കുവാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു എൻഡിങ്ങും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം മച്ചന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? വളരെ നല്ലൊരു മൂവി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഈ മൂവി കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ദെൻ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.